ഇത്രയും ദിവസം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ആഴമൊന്നും ഞാൻ രഘുവേട്ടനോട് പറഞ്ഞിരുന്നില്ല. ഇന്നലെ ഞാൻ എല്ലാം പറഞ്ഞു. പാലക്കാടുള്ള നമ്മുടെ വീടും പറമ്പുമില്ലേ രാമകൃഷ്ണേട്ടാ, അന്ന് നമ്മൾ അവിടെ നിന്ന് വിട്ടു പോന്നെങ്കിലും ആ വീടവിടെ ബാക്കിയുണ്ട്. അത് വിറ്റാൽ നല്ലൊരു തുക കിട്ടും. കമ്പനിയിൽ ഇന്ന് വരെ വന്ന ബാധ്യതകളൊക്കെ തീർക്കാം. എന്നാലും എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് കുറച്ച് കാശ് മിച്ചം കാണും. കടം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കെല്ലാവർക്കും കൂടി പണിക്കിറങ്ങാലോ. പിന്നത്തെ തവണകൾ അടയ്ക്കാൻ അതുകൊണ്ട് പറ്റില്ല ഹരി. ആന്റി എന്തൊക്കെയായി ചിന്തിക്കുന്നത്? നഷ്ടപ്പെടുത്തലുകൾക്ക് മേലെ ഇനി ഒന്നും വേണ്ട. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. അമ്മാവനും ഞാനും കൂടി അധ്വാനിച്ചു കൂട്ടിയതല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. ഇനി എന്നെ കൊണ്ട് വേറൊരു ഭാരം കൂടി ചുമക്കാൻ വയ്യ. ഓ, അങ്ങനെ വേർതിരിവൊക്കെ ഉണ്ടോ നിന്റെ മനസ്സിൽ? അമ്മയുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്നല്ലേ നീ പറഞ്ഞത്? അതൊക്കെ കളവായിരുന്നു. അല്ല ആന്റി, വേറെ എന്ത് മാർഗമുള്ളത് ഹരി? ഇന്നോ നാളെയോ അവൻ അവന്റെ കമ്പനി തീരുമാനങ്ങളുമായിട്ട് വരും. അവന്റെ മുൻപിൽ തല കുനിച്ച് നടുവളച്ച് നിന്നു കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അവന്റെ മുൻപിൽ നീയും നിന്റെ കൂടെ ജീവിക്കുന്നവരൊക്കെയാ ഇപ്പൊ ശത്രുക്കള്. ഇനിയും അവൻ നിങ്ങളെ തോൽപ്പിച്ച ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നതൊക്കെ വെറുതെ ആവില്ലേ? രാമകൃഷ്ണേട്ടാ, ഇതല്ലാതെ വേറെ എന്ത് മാർഗം ഉള്ളത് നമ്മുടെ മുൻപില്? അല്ല, അത് സുജാത, ഇവനെ ഇങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ വിഷമം സുജാതയ്ക്ക് മനസ്സിലാവില്ലേ? എനിക്ക് ഈ കാര്യത്തിൽ കണക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോ രഘുവേട്ടന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മോൾക്ക് സ്ത്രീധനമായിട്ടൊന്നും തന്നില്ലല്ലോ. ആ വകയിൽ ഞങ്ങൾ തരുന്നതാണെന്ന് കരുതിയാൽ മതി. മോളെ, നീ എന്തിനാ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഹരി, അച്ഛനും അമ്മയും കൂടി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ നമ്മളെന്തിനാ എതിര് നിൽക്കുന്നേ? നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ? നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് പേരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഹരി, ഇത് സമ്മതിക്ക. രഘുവേട്ടന്റെ കോള് വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യത്തില് എന്റെ മനസ്സിന് എന്തൊരാശ്വാസമായിരുന്നു എന്നറിയോ? നമുക്ക് ഈ കടങ്ങൾ വീട്ടാം മോനെ. നീ തന്നെ കൊണ്ടുപോയി അവന്റെ മുൻപിൽ ഈ പണം വലിച്ചെറിയണം. എന്നിട്ട് അവനോട് പറയണം, വേഷം മാറി സ്വന്തം അമ്മയെ പോലും ചതിക്കുന്നവനല്ലേ, നട്ടല്ലോടെ അന്തസ്സോടെ ജീവിക്കുന്നവനാണ് നീയെന്ന്.